ഹായ് ഓൾ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇത് ഇൻ്റർനാഷണൽ ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള ഇക്കിഗായ് എന്ന് പറയുന്ന ഈ ഒരു പുസ്തകമാണ്. ദി ജാപ്പനീസ് സീക്രട്ട് ടു എ ലോങ് ആൻഡ് ഹാപ്പി ലൈഫ്. ഓക്കെ, ഹെക്ടർ ഗാർസിയയും ഫ്രാൻസിസ് മിറേൽസും ഈ രണ്ട് ഓത്തേഴ്സാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സാധാരണ ഒരു മോട്ടിവേഷണൽ ബുക്ക് പോലെയോ അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്താൽ കുറച്ച് നന്നായിരിക്കും എന്ന് പറയുന്ന ഒരു പുസ്തകമല്ല ഇത്. ഇത് ബേസിക്കലി ഇവർ രണ്ടുപേരും ഒരുപാട് വർഷങ്ങളോളം ഗവേഷണമൊക്കെ നടത്തി കുറേ കാര്യങ്ങൾ, ഇപ്പോൾ ജപ്പാനിലെ ഏറ്റവും കൂടുതൽ ആളുകൾ, ഏറ്റവും ആയുസ്സുള്ള ആളുകൾ ജീവിക്കുന്ന ഒരു വില്ലേജിൻ്റെ പേരാണ് ഒക്കിനവ വില്ലേജിൽ പോയി അവരെന്തുകൊണ്ടാണ് ഇത്രയും കാലം ഇത്രയും ലോങ്വിറ്റി അവർക്കുണ്ടാകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ആ ഗ്രാമത്തിലുള്ള എല്ലാവരും വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഇത്രയും സന്തോഷമായി അവരെ ജീവിക്കുന്നു, എങ്ങനെയാണ് ജീവിക്കുന്നത്, എന്താണ് അതിൻ്റെ സീക്രട്ട് എന്നൊക്കെയുള്ളത് നിന്ന് താമസിച്ച് പഠിച്ച് അതിനുശേഷം എഴുതിയ ഒരു പുസ്തകമാണിത്. അപ്പോൾ ഇതിൽ പറയുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ത്രൂ ഔട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, അല്ലാതെ നമുക്കൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിൽ പറയുന്നില്ല. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളൊരു 80% മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. ഒരു 80% മാത്രമേ നമ്മളുടെ വയറ് ഫിൽഡ് ആവാൻ പാടുള്ളൂ. ബാക്കി 20% ഫ്രീ ആക്കി വയ്ക്കുക എന്നുള്ളത് ഇതിൻ്റെ അകത്ത് പറയുന്നു. അത് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളല്ലല്ലോ. നമ്മളെങ്ങനെ ചെയ്യുക, ഭക്ഷണം കഴിക്കുമ്പോൾ വാരി വലിച്ച് കുറേ കഴിക്കും. അപ്പോൾ അങ്ങനെ കണ്ടമാനം വാരി വലിച്ച് കഴിക്കാതെ കുറച്ചായിട്ട് എന്താ പറയുക, അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് കറക്റ്റ് സമയത്തിന് കുറച്ച് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് കഴിക്കുക. ദിസ് ഈസ് സംതിങ് വിച്ച് ഓൾമോസ്റ്റ് ഓൾ ദ ഡോക്ടേഴ്സ് ടെൽ us. അപ്പം അങ്ങനത്തെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അതുപോലെ തന്നെ ഒരു വർക്ക് പ്ലേസിലാണെങ്കിൽ എപ്പോഴും ലിഫ്റ്റ് യൂസ് ചെയ്യാതെ സ്റ്റെയർ യൂസ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ വിചാരിക്കും ഇതൊക്കെ എന്താണ് എന്ന് തോന്നും, പക്ഷേ ഒരു ലോങ് ടേമിലേക്ക് അതിനൊരു വലിയ ഇമ്പാക്റ്റാണ് ഉണ്ടാകുന്നതെന്നാണ് ഈ പുസ്തകം പറയുന്നത്. അങ്ങനെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്താവുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെക്കുറിച്ചുള്ള വളരെ വലിയ ഇൻഫർമേഷനാണ് ഇവർ തരുന്നത്. അപ്പോൾ ഈ പുസ്തകം വായിച്ചിട്ടില്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും ഇത് വായിച്ചു നോക്കണം. ഡെഫിനറ്റ്ലി ഈ ബുക്ക് വായിച്ചതിന് ശേഷം കുറേ കാര്യങ്ങളിൽ എനിക്ക് ചേഞ്ചസ് വരുത്താൻ സാധിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ മുഴുവനായിട്ട് ചേഞ്ച് വരുത്തിയെന്നൊന്നും അവകാശപ്പെടുന്നില്ല, പക്ഷേ ആ ഒരു എന്താ പറയുക, നമ്മളുടെ ആ ഒരു മോണോട്ടോണസ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്നൊക്കെ കുറേ കാര്യങ്ങൾ മാറി നമുക്ക് ചിന്തിച്ച് ജീവിതത്തിൻ്റെ ഒരു പർപ്പസ് കണ്ടുപിടിക്കാനൊക്കെയുള്ള ഒരു ക്യൂരിയോസിറ്റിയൊക്കെ നമുക്ക് ഇതെല്ലാം ഈ പുസ്തകം വായിച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാകും. സോ ദോസ് ഹു ഹാവ് നോട്ട് റെഡ്, പ്ലീസ് ഗിവ് എ ട്രൈ. ഓക്കെ, താങ്ക് യു.